ഇന്നത്തെ കാലത്ത് സ്വന്തം വീട് പണിയുക എന്നത് പലരുടെയും ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ് പലരും ഒരു വീടിനായി ചെലവാക്കുന്നത്. എന്നാൽ വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ പലർക്കും പിന്നീട് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ടാകും. ചിലത് ചെറിയ കാര്യങ്ങൾ പോലെ തോന്നുമെങ്കിലും അവ ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകാം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്, വീട് പണിയുന്നതിന് മുമ്പ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെ ഉപകാരപ്പെടുന്ന 20 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, ഭൂമിയുടെ ഉയരം ശ്രദ്ധിക്കുക. പലരും സ്ഥലം വാങ്ങുമ്പോൾ വിലയും സ്ഥലത്തിന്റെ വലിപ്പവും മാത്രം നോക്കാറുണ്ട്. എന്നാൽ സ്ഥലത്തിന്റെ ഉയരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചുറ്റുമുള്ള സ്ഥലങ്ങളെക്കാൾ താഴ്ന്ന ഭൂമിയാണെങ്കിൽ മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നീട് വീട് പണിഞ്ഞാലും ആ പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടാകാം. ചിലപ്പോൾ സ്ഥലം ഉയർത്താൻ വലിയ ചെലവും വരാം. അതിനാൽ സ്ഥലം വാങ്ങുന്നതിനു മുമ്പ് മഴക്കാലത്ത് അവിടെ വെള്ളം കെട്ടിനിൽക്കുമോ എന്നന്വേഷിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, സൂര്യപ്രകാശത്തിന്റെ ദിശ മനസ്സിലാക്കുക. വീട് പണിയുമ്പോൾ മുറികളുടെ സ്ഥാനം തീരുമാനിക്കുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ ദിശ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, ഉച്ചവെയിൽ നേരിട്ടടിക്കുന്ന ഭാഗത്ത് ബെഡ്റൂം വെച്ചാൽ ആ മുറി വളരെ ചൂടാകാം. അതുപോലെ തന്നെ രാവിലെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് ജനലുകളുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ പ്രകൃതിദത്ത വെളിച്ചം ലഭിക്കും. അതിനാൽ വെളിച്ചവും ചൂടും പരിഗണിച്ച് വീടിന്റെ പ്ലാൻ തയ്യാറാക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, ഭാവിയിലെ റോഡ് വികസനം പരിശോധിക്കുക. ചില സ്ഥലങ്ങളിൽ പിന്നീട് റോഡ് വികസനം നടക്കാറുണ്ട്. റോഡ് വീതി കൂട്ടുമ്പോൾ പലപ്പോഴും സമീപത്തെ സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചു ഭാഗം സർക്കാർ ഏറ്റെടുക്കാം. നിങ്ങൾ വീട് പണിയാൻ പോകുന്ന സ്ഥലത്തിന് മുന്നിലുള്ള റോഡിന്റെ ഭാവി പദ്ധതികൾ എന്താണെന്ന് മുൻകൂട്ടി അന്വേഷിക്കുന്നത് നല്ലതാണ്. നാലാമത്തെ കാര്യം, അയൽവാസികളുടെ വീടുകളുടെ സ്ഥാനം ശ്രദ്ധിക്കുക. പലരും സ്ഥലം വാങ്ങുമ്പോൾ അയൽവാസികളുടെ വീടുകളുടെ സ്ഥാനം ശ്രദ്ധിക്കാറില്ല. എന്നാൽ പിന്നീട് ചില വീടുകളുടെ ജനലുകൾ അല്ലെങ്കിൽ ബാൽക്കണികൾ നിങ്ങളുടെ വീടിന്റെ സ്വകാര്യതയെ ബാധിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീടിന്റെ മുറികളിലേക്ക് നേരിട്ട് കാണുന്ന രീതിയിൽ അയൽവാസിയുടെ ജനലുണ്ടെങ്കിൽ അത് അസൗകര്യമാകാം. അഞ്ചാമത്തെ കാര്യം, മഴക്കാല കാറ്റിന്റെ ദിശ മനസ്സിലാക്കുക. കേരളത്തിൽ മഴക്കാലത്ത് ശക്തമായ കാറ്റും മഴയുമുണ്ടാകും. കാറ്റിന്റെ ദിശയിൽ നേരിട്ട് വലിയ ജനലുകൾ വെച്ചാൽ മഴവെള്ളം വീട്ടിനുള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതിനാൽ വീടിന്റെ ജനലുകളും വാതിലുകളും പ്ലാൻ ചെയ്യുമ്പോൾ പ്രദേശത്തിന്റെ കാലാവസ്ഥയും കാറ്റിന്റെ ദിശയും പരിഗണിക്കണം. ആറാമത്തെ കാര്യം, വീട്ടിനുള്ളിലെ ശബ്ദ നിയന്ത്രണം. വീടിന്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ പലരും ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ ഹാളിൽ TV കാണുമ്പോൾ അതിന്റെ ശബ്ദം ബെഡ്റൂമിലേക്ക് കേൾക്കാതിരിക്കാനുള്ള രീതിയിൽ മുറികൾ ക്രമീകരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് കൂടുതൽ പ്രധാനമാണ്. ഏഴാമത്തെ കാര്യം, ഭാവിയിലെ ടെക്നോളജി ആവശ്യങ്ങൾ. ഇന്ന് പല വീടുകളിലും ഇന്റർനെറ്റ്, CCTV, സ്മാർട്ട് ഹോം സിസ്റ്റം എന്നിവ ഉപയോഗിക്കുന്നു. അതിനാൽ വീടിന്റെ നിർമ്മാണ സമയത്ത് തന്നെ നെറ്റ്വർക്ക് വയറിംഗ്, ക്യാമറ വയറിംഗ് തുടങ്ങിയവയ്ക്കുള്ള സംവിധാനമൊരുക്കിയാൽ പിന്നീട് മതിൽ തുരക്കേണ്ടി വരില്ല. എട്ടാമത്തെ കാര്യം, സ്റ്റോറേജ് സ്പേസ് മുൻകൂട്ടി ഒരുക്കുക. വീട് പണിയുമ്പോൾ പലരും സ്റ്റോറേജ് സ്പേസ് കുറച്ചു മാത്രമേ നൽകാറുള്ളൂ. എന്നാൽ സമയം കടന്നുപോകുമ്പോൾ വീട്ടിലെ സാധനങ്ങൾ കൂടും. പിന്നീട് അലമാരകൾക്കോ സ്റ്റോർ റൂമിനോ സ്ഥലം കിട്ടാതെ ബുദ്ധിമുട്ടാകാം. അതിനാൽ തുടക്കത്തിൽ തന്നെ ആവശ്യമായ സ്റ്റോറേജ് സ്പേസ് പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്. ഒൻപതാമത്തെ കാര്യം, അടുക്കളയിലെ വായുസഞ്ചാരം. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ചൂടും പുകയുമുണ്ടാകും. അതിനാൽ അടുക്കളയിൽ നല്ല വായുസഞ്ചാരമുണ്ടാകുന്ന രീതിയിൽ ജനലുകളും എക്സോസ്റ്റ് സംവിധാനവും വേണം. ഇല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടാകാം. പത്താമത്തെ കാര്യം, വീടിന്റെ ചുറ്റും കുറച്ചൊഴിവ് സ്ഥലം വിടുക. ചിലർ മുഴുവൻ സ്ഥലവും വീടിനായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വീടിന്റെ ചുറ്റും കുറച്ചൊഴിവ് സ്ഥലമുണ്ടെങ്കിൽ വായുസഞ്ചാരത്തിനും പ്രകാശത്തിനും സഹായകരമാകും. അതുപോലെ ഭാവിയിൽ അറ്റകുറ്റപ്പണികൾ നടത്താനും എളുപ്പമാകും. 11ാമത്തെ കാര്യം, മേൽക്കൂരയിലെ ചൂട് നിയന്ത്രിക്കാൻ. കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ മേൽക്കൂര വഴി വീട്ടിനുള്ളിലേക്ക് ചൂട് കൂടുതലായി എത്താം. അതിനാൽ ഇൻസുലേഷൻ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ വീട്ടിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ കഴിയും. 12ാമത്തെ കാര്യം, മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം. വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് വരുന്ന മഴവെള്ളം ശരിയായ രീതിയിൽ ഒഴുകിപ്പോകണം. ഇല്ലെങ്കിൽ മതിലുകൾ നനയാനും പിന്നീട് പാളികൾ പൊളിയാനും സാധ്യതയുണ്ട്. 13ാമത്തെ കാര്യം, വാഹന പാർക്കിംഗ് സ്ഥലം. ഇന്ന് പല വീടുകളിലും കുറഞ്ഞത് ഒരു വാഹനമെങ്കിലും ഉണ്ടാകും. അതിനാൽ കാർ അല്ലെങ്കിൽ ബൈക്ക് പാർക്ക് ചെയ്യാൻ മതിയായ സ്ഥലം വീടിന്റെ പ്ലാനിൽ ഉൾപ്പെടുത്തണം. 14ാമത്തെ കാര്യം, ഭാവിയിലെ കുടുംബ ആവശ്യങ്ങൾ. ഇപ്പോൾ ചെറിയ കുടുംബമായിരിക്കാം. എന്നാൽ ഭാവിയിൽ കുട്ടികൾ വളരുമ്പോൾ കൂടുതൽ മുറികൾ ആവശ്യമാകാം. അതിനാൽ വീടിന്റെ ഡിസൈൻ ഭാവിയിൽ വികസിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാക്കുന്നത് നല്ലതാണ്. 15ാമത്തെ കാര്യം, വീടിന്റെ സുരക്ഷ. വീടിന്റെ ചുറ്റും നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ രാത്രിയിൽ സുരക്ഷ കൂടുതൽ ലഭിക്കും.
ഗേറ്റ്, മതിൽ, ഗ്രിൽ എന്നിവയും സുരക്ഷ വർദ്ധിപ്പിക്കും. 16ാമത്തെ കാര്യം, വീടിന്റെ ഡിസൈൻ ലളിതമാക്കുക. വളരെ സങ്കീർണമായ ഡിസൈനുള്ള വീടുകൾ പിന്നീട് വൃത്തിയാക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ബുദ്ധിമുട്ടാകാം. ലളിതമായ ഡിസൈനുള്ള വീടുകൾ കൂടുതൽ പ്രായോഗികമാണ്. 17ാമത്തെ കാര്യം, വൈദ്യുതി പോയിന്റുകളുടെ സ്ഥാനം. വൈദ്യുതി പോയിന്റുകൾ ശരിയായ സ്ഥലങ്ങളിലില്ലെങ്കിൽ പിന്നീട് എക്സ്റ്റൻഷൻ വയറുകൾ ഉപയോഗിക്കേണ്ടിവരും. അതിനാൽ ഫർണിച്ചറുകളുടെ സ്ഥാനം മുൻകൂട്ടി കരുതി പ്ലഗ് പോയിന്റുകൾ നൽകണം. 18ാമത്തെ കാര്യം, പ്രകൃതിദത്ത വെളിച്ചം ഉപയോഗിക്കുക. വീട്ടിനുള്ളിൽ പകൽ സമയത്ത് ലൈറ്റ് ഉപയോഗിക്കാതെ തന്നെ വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ ജനലുകളും സ്കൈലൈറ്റുകളും പ്ലാൻ ചെയ്യാം. ഇത് വൈദ്യുതി ചെലവും കുറയ്ക്കും. 19ാമത്തെ കാര്യം, വീടിന്റെ മുന്നിലുള്ള റോഡിന്റെ വീതി. റോഡ് വളരെ കുറുകയാണെങ്കിൽ വലിയ വാഹനങ്ങൾ വരാനും പോകാനും ബുദ്ധിമുട്ടാകാം. ഭാവിയിൽ അതൊരു വലിയ പ്രശ്നമായി മാറാം. 20ാമത്തെ കാര്യം, ആവേശത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. വീട് പണിയുമ്പോൾ പലരും ആവേശത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. എന്നാൽ ഓരോ കാര്യവും ശാന്തമായി ആലോചിച്ച് തീരുമാനിച്ചാൽ പിന്നീട് ഖേദിക്കേണ്ടി വരില്ല.